ഹായ് ഹലോ. അപ്പോൾ നമ്മൾ സ്നോക്കര എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകേണ്ടത്. അപ്പോൾ ലക്ബി വഴി പോകാൻ നമുക്ക്. പക്ഷെ ലക്ബി വഴി പോകുമ്പോൾ അവിടെ ഭയങ്കര ഡേഞ്ചർ റോഡാണ്. ഭയങ്കര കുത്തനായ ഇറക്കവും. ഇതും ഒരു കുത്തനുള്ള ഇറക്കം തന്നെ. പക്ഷെ അവിടെ ആണെങ്കിൽ ഫ്രണ്ട് ഇവിടെ അല്ല, ലക്ബി വഴി പോകുന്നിടത്ത് കടലും ഒരു സൈഡ് വലിയ താഴ്ചയാണ്. ഒരു സൈഡ് പാറയും. അപ്പോൾ നമ്മൾ എന്താക്കിന്ന് പറഞ്ഞാൽ ഇതിലേക്ക് പോവുക. ഇതിലേക്ക് പോയാലും സ്നോക്കർ. പക്ഷെ ഇതും ഒരു ഡേഞ്ചർ റോഡാണ് കാണാൻ. ഇതും നല്ല ഇറക്കമുണ്ട്. പക്ഷേ ഡേഞ്ചറാണ്. ലക്ബി വഴി പോവുക. ലക്ബിയിലേക്ക് ഭയങ്കര റിസ്ക്കാണ് പോവുക. അപ്പം അങ്ങനെ ഇത് കാണാൻ രണ്ട് സൈഡിലും വലിയ ജബൽ തന്നെയാണ്, മലകൾ. ആ മലകൾ ഇങ്ങനെ കട്ട് ചെയ്ത് ഭയങ്കര ഇറക്കം തന്നെയാണ്. വളവും ഇറക്കും ഫുള്ള് ഇറക്കാന്ന്. അപ്പൊ നാല് സൈഡും ഫുള്ള് മലകൾ തന്നെ കാണും, വേറെ ഒന്നും കാണൂല. ഫ്രണ്ടിലും ഫ്രണ്ടിലും വലിയ മലയാ. അപ്പോൾ ലക്ബി വഴി പോവാ. പക്ഷെ ലക്ബിയിലേക്ക് ഞാൻ പറഞ്ഞല്ലോ, അവിടെ ഇതിലും ഭയങ്കര ഇറക്കാന്ന്, കുത്തനുള്ള ഇറക്കാന്ന്. ഇതെന്നാലും നമുക്ക് ഇതാക്കി പോവുക. അവിടെ ഫ്രണ്ട് ഭാഗം കടലും ഒരു സൈഡ് വലിയ കൊക്കയാണ്, നല്ല താഴ്ചയാണ്, ഒരു സൈഡ് മലയും. ഇത് പിന്നെ ഒരു കുഴപ്പമില്ല. അങ്ങനെ ഞങ്ങൾ ഈ റൂട്ട് പിടിച്ചത്. സാധാരണ അതിലേനും പോക്ക്, പക്ഷെ അതൊരു ഡേഞ്ചർ ഏരിയനെ കൊണ്ട് ഒഴിവാക്കി ഇതിലേ ആക്കി. ഇവിടെ കാണാം ഫുള്ള് മലകൾ തന്നെ, വേറെ ഒന്നും കാണൂല. ഇതങ്ങ് താണു കഴിഞ്ഞാൽ പിന്നെ വലിയൊരു വാദിയാണ്. വാദി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അറിയാം, മലപ്രദേശത്ത് നിന്ന് വെള്ളം വന്നാൽ അതിങ്ങനെ ഒഴുകി വരുന്ന സ്ഥലമാണ് വാദി എന്ന് പറയുന്നത്. അതിങ്ങനെ താണ് ഇപ്പം ലാസ്റ്റാണ് വാദിയിലേക്ക് പോകുക നമ്മൾ. വാദി ഭാഗമാണ് കാണുന്നത് ഫ്രണ്ട്. അപ്പം വലിയ മലകളാണ്. താഴെ ഭാഗം ഫുള്ള് ഒരു നീളത്തിലിങ്ങനെ വാദിയായിട്ട് പോകും. അപ്പോൾ മലപ്രദേശത്ത് നിന്ന് വെള്ളം വന്നാലേ നേരെ അങ്ങ് പോകും. പക്ഷെ ഇവിടെ ഈ വാദി ഇല്ലാത്ത സമയത്തെല്ലാം നിങ്ങൾക്ക് കാണാൻ ചെറിയ ചെറിയ കുടിലുകളുള്ള അവിടെ എല്ലാം കാണുന്നതാണ്. ഈ ഒട്ടകത്തിനെയും ആടിനെയും പശുവിനെല്ലാം നിന്ന് ഇവിടെ താമസിക്കുന്ന ആളുകളുണ്ട്. അവിടെ ചെറിയ ചെറിയ കുടിലുകൾ കാണാം, ഒട്ടകം, പശു, ആട്. പക്ഷെ ഇപ്പോൾ കാലാവസ്ഥ മോശമായതിനെ കൊണ്ട് ആരും ഇപ്പോൾ ഇങ്ങനെ ഇവിടെ ഇല്ല. ഇപ്പോൾ ഒരു വണ്ടി ഇതിലേ പോകുന്നുണ്ട് സൈഡ്, ഒരു GMCൻ്റെ വലിയ പിക്കപ്പ് വണ്ടി. ഇതന്നെ കണ്ട ഫുള്ള് മലകൾ, ഫ്രണ്ട് സൈഡും എല്ലാ സൈഡും മലകളാണ്, ഒന്നും കാണൂല. ഈ നമ്മൾ സ്നോക്കര എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയാൽ അവിടെ ഒരു ചെറിയ ഗ്രാമമാണ്, ഒരു 10-20 വീടുണ്ടാകെ. അപ്പോ ഒരു വാദി, രണ്ട് മലയുടെ ഇടയിലുള്ള ഒരു വാദിയാണത്. വെള്ളം ഇങ്ങനെ മുറിയും. ഫ്രണ്ട് വലിയ മല ഉണ്ടല്ലേ, ആ ഫ്രണ്ടിന്റെ സൈഡിൽ കൂടി തന്നെയാണ് വാദി പോവുക. ഇതെല്ലാം വാദിയപ്പെട്ടതാണ്. വെള്ളം ഒലിച്ചുന്ന കല്ലുകളതല്ല. ഇവിടെ എല്ലാം കാണാൻ വലിയൊരു കുറ്റിയുണ്ടാവും. അതിൽ റെഡ് മാർക്ക് ചെയ്യുന്നത് വെള്ളം കൂടിയാണ്. ആ റെഡ് മാർക്ക് ചെയ്യുന്നത് ഫുള്ള് വാദിയാണ്. ഇതാണ് വാദിന്റെ മെയിൻ സ്ഥലം. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നാല് സൈഡ് നോക്കിയാലും മലകളാണ്, വേറെ ഒന്നും കാണൂല. ഫുള്ള് മല. ഏത് ഇപ്പോൾ ഈ സൈഡ് ആയാലും ആ സൈഡ് ആയാലും ഫ്രണ്ട് ആയാലും നോക്കിയാലും മലകൾ തന്നെ കാണും, വേറെ ഒന്നുമില്ല. ഇവിടുന്ന് അങ്ങ് കുറച്ച് അങ്ങോട്ട് എത്തിയാന്ന് ഞാൻ പറഞ്ഞ അതിന് വീടുകൾ കാണാം. ഓക്കെ, ഇതന്നെ ഈ സൈഡിൽ തന്നെ പോണം. കണ്ടോ, വീട് കാണാൻ ഇവിടുന്ന് ഒരു കുറച്ചും കൂടി പോവാണ്ട്. ബാക്കിയെല്ലാം വേറെ ഒന്നുമില്ല, ഫുള്ള് മല. പക്ഷേ നമുക്ക് ഷോർട്ട് കട്ടായിട്ടുള്ള വഴി വേറെ ഉണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഏകദേശം ഡേഞ്ചറാണ് അത്. ലക്ബി വഴി പോവുക. പക്ഷെ ഏകദേശം ബുദ്ധിമുട്ടാണ് അതിൽ പോകുമ്പോൾ, ഭയങ്കര ഡേഞ്ചറാണ്. ഇത് ഫ്രണ്ടിൽ തന്നെ നമ്മൾ ഇറങ്ങിയോണ്ടിരിക്കുമ്പോൾ കടലാണ്. പിന്നെ ഒരു സൈഡ് വലിയ താഴ്ച, ഒരു സൈഡ് വലിയ മലകൾ. നമ്മളെന്തെങ്കിലും ഏകദേശം ദൂരം കൂടിയാലും കുഴപ്പമില്ല. ഈ വഴി വന്ന ഇതും ഇപ്പം ഡേഞ്ചർ റോഡാണ്. ഫുള്ള് വാദ്യയിലെപ്പോൾ വരാന്നറിയാം. ഇതാണ് ഇവിടുത്തെ ബിയാത്ത്. ഇവിടെ ഒരു 10-25 വീടുകളുണ്ട് കാണുന്നതാണ്. പിന്നെ വീടിന് അപ്പുറത്തേക്ക് പോയാൽ കടലാട്ടോ. കാണുന്ന വീടുകളേ ഉള്ളൂ. ഇവിടെ കുറഞ്ഞ ആൾക്കാർ. ഇവിടെ കണ്ട ആടുകള്, പശുക്കളെല്ലാം താമസിക്കുന്ന സ്ഥലങ്ങളാണ്. ചെറിയ ചെറിയ കുടിലുകൾ. അത് എപ്പോ ഉണ്ടല്ല, കാലാവസ്ഥ അനുസരിച്ചാണ് ഇവരിവിടെ താമസിക്കാം. ഈ മലയാണ്, ഈ കാണുന്ന വലിയ മല ഉണ്ടല്ലോ, ആ മലയാണ് ലാസ്റ്റ് നമ്മൾ പറഞ്ഞ ലക്ബി ഭാഗത്തൊക്കെ ഇറങ്ങി പോകുന്നത്. ഇവിടുന്ന് സൈഡിൽ കൂടി, കടലിന്റെ സൈഡിൽ കൂടി പോകും. ഇവിടുത്തെ വീടുകളാട്ടോ ഇത്. ചെറിയ ചെറിയ വീടുകളുണ്ടാവും. ഇതാണ് ഇവിടുത്തെ വീടുകൾ. ആകെ കുറഞ്ഞ ഫാമിലികളാണ് ഇവിടെ ഉള്ളത്. വീടുകളുണ്ടാവും. പിന്നെ വീടിന് അങ്ങോട്ടേക്ക് പോയാൽ കടല്. ഇവിടെ ഒരു 10-25 വീടുണ്ടോ ആകെ. പിന്നെ കുറച്ച് ചെറിയ കടകൾ കാണുന്നതാണ്
നമ്മൾ പോകേണ്ടത്. ആ കാണുന്ന പള്ളിൻ്റെ ഒരു ഇതെല്ലാം കാണാം. അപ്പോൾ ഇവിടെ സ്നോഗര എന്ന് പറയാം. സ്നോഗര എന്ന് പറഞ്ഞ സ്ഥലമാണ്. പക്ഷേ ഇത് തന്നെയാണ് ഒരു വലിയ മലൻ്റെ ഉള്ളിൽ കുറച്ച് വീടുകളും കുറച്ച് കടകളായിട്ട്. ഫ്രണ്ട് നോക്കിയാൽ കടൽ, ഇവിടുന്ന് അങ്ങോട്ട് പോയാൽ കടലാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ഥലം. ഇവിടുത്തെ ഷോപ്പുകളെല്ലാം കാണാൻ കഴിയുക. എല്ലാം ചെറിയ ചെറിയ ഷോപ്പ്, പഴയ ഷോപ്പുകൾ. പക്ഷേ ഇവിടെ എങ്ങനെയാണ് സിസ്റ്റം, എങ്ങനെയാണ് ചെറിയ ചെറിയ കടകൾ. എന്താ ഇവിടെ ഒന്നും ആരെയും കാണുന്നില്ല. ഇപ്പൊ അൺസീസൺ ഇവിടെ ഭയങ്കര കാറ്റുള്ള സമയം, അതുകൊണ്ട് കടലോര മേഖലയൊക്കെ സ്തംഭനത്തിലുള്ള സമയമാണ്. കടൽ പ്രദേശമാണ് കൊണ്ട്. അപ്പൊ എന്നാ ശരി, നമുക്ക് അടുത്ത വീഡിയോയില് ഓക്കെ ഇൻഷാ അല്ലാഹ്. ഇനിയിപ്പോ നമ്മൾ ഇവിടെ ഒന്ന് മൊത്തത്തിലൊന്ന് കറങ്ങി ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ കാണാം. ഓക്കെ ഗൈസ്, ശരി.